ഗൈസ് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മാരുതി സുസുക്കി റിറ്റ്സിൻ്റെ ഒരു മീറ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. 86 മില്ലി ആമ്പർ എടുക്കുന്നുണ്ട്. ലൈൻ ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ചെക്ക് എഞ്ചിനും, സീറ്റ് ബെൽറ്റ്, ടെമ്പറേച്ചർ, ഹാൻഡ് ബ്രേക്ക്, സെക്യൂരിറ്റി ലൈറ്റ്, ഇങ്ങനെയൊക്കെ വന്ന് നിൽപ്പുണ്ട്. നമുക്കിത് എന്താണ് ഫോൾട്ട് എന്നുള്ളത് അഴിച്ച് നോക്കണം. ഡിസ്പ്ലേ ഒന്നും ഒട്ടും വർക്കല്ല. നോക്കണം ഇളക്കി എന്താണ് ഫോൾട്ട് എന്നുള്ളത്. അഴിക്കാനായിട്ട് നമുക്ക് ബാക്ക് ഇവിടെ മൊത്തം സ്ക്രൂ ആണ്. ആ സ്ക്രൂകളെല്ലാം അഴിച്ചെടുക്കണം. VXI ആണ് വണ്ടി. ഇളക്കിയിട്ട് ഓരോന്നായിട്ട് ഇളക്കാം. വീഡിയോ ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. ഗൈസ്, നമ്മൾ ബാക്ക് കവറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്ക് കവർ ഇതുപോലെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ നീഡിൽ വലിച്ചൂരി എടുക്കണം. നീഡിൽ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ വരും. നല്ല ടൈറ്റായിരിക്കും. പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നീഡിൽ വന്നു. ഇതവിടെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പാനൽ ബോർഡിൻ്റെ ഇവിടെ ലോക്കുണ്ട്. ലോക്ക് ഇളക്കി കഴിഞ്ഞാൽ ഇത് വരും. ഉണ്ടോ? അങ്ങനെ വരും. ഇത് നമ്മളെ ഡിജിറ്റൽ കേജ് അതിവിടെ പോട്ടെ. ഇവിടെ വെച്ച് നമുക്ക് ഇതിലാണ് നോക്കേണ്ടത് എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ള. ഇവിടെ നമുക്ക് വർക്ക് ചെയ്യണം. ക്രിസ്റ്റൽ നോക്കണം. ഇവിടെ സൈഡിലൊരു PF ഉണ്ട്, അത് നോക്കണം. ഈ ഡ്രൈവറുകൾ നോക്കണം. ഫുള്ള് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കാം എന്താണെന്നുള്ളത്. ഫ്രണ്ട്സ്, നമ്മളെ മീറ്റർ അങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റൽ ഒന്ന് മാറുക. ഫസ്റ്റ് ഇത് മാറുക, ഈ ക്രിസ്റ്റൽ മാറുക. പിന്നെ അതേ ഇവിടെ സപ്പോർട്ടിങ്ങിനായിട്ട് ഈ ക്രിസ്റ്റൽ ഓൺ ആവാനായിട്ട് ഇവിടെ ഒരു PF വരുന്നുണ്ട്. അത് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചെക്ക് ചെയ്യണം. മൊത്തം വീക്കായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ ഡ്രൈവർ ചെക്ക് ചെയ്യണം. ചിലപ്പോൾ ഡ്രൈവറൊക്കെ ഷോർട്ട് ആവാറുണ്ട്. LED ഡ്രൈവറാണ് ഇതൊക്കെ. അത് ഷോർട്ട് ആവാറുണ്ട്. ഇതെല്ലാം നോക്കണം. ഇത് ഫുള്ള് ഡെഡായിരുന്നു. ഈ ലൈറ്റുകളെല്ലാം, മോർണിംഗ് ലൈറ്റുകളൊക്കെ ആവശ്യമില്ലാണ്ട് ഓണായി നിൽക്കുകയായിരുന്നു. വർക്കാവുന്ന സമയത്ത് എല്ലാം ലൈറ്റൊക്കെ അണഞ്ഞ് എല്ലാം പ്രോപ്പറായിട്ട് വരും. ഈ ഡ്രൈവർ ഷോർട്ട് ഉണ്ടായിരുന്നു. ഈ ഡ്രൈവർ ഷോർട്ട് വരുമ്പോഴാണ് ശരിക്കും ഈ LED ആവശ്യമില്ലാണ്ട് കത്തി നിൽക്കുന്നത്. ഈ സിഗ്നൽ കിട്ടിയെങ്കിൽ മാത്രമേ ഈ ICക്ക്, ഈ പ്രൊസസ്സറിന് സിഗ്നൽ കിട്ടിയെങ്കിൽ മാത്രമേ ഇത് ഈ LED ലൈറ്റ് കത്താൻ പാടുള്ളൂ. ഇതല്ലാണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്ത സമയത്ത് ഫുള്ള് സെക്യൂരിറ്റിയുടെ ലൈറ്റ്, ടെമ്പറേച്ചറിൻ്റെ ലൈറ്റ് ഇതെല്ലാം കത്തി നിൽക്കുകയായിരുന്നു. ഈ ഡ്രൈവർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് തന്നെ മാറ്റി. പിന്നെ ഈ IC ഒന്ന് ഓണാവാൻ വേണ്ടിയാണ് ഈ ക്രിസ്റ്റലൊക്കെ അങ്ങ് മാറ്റി കൊടുത്തത്. ഫാസ്റ്റായിട്ട് തന്നെ ഓണാവും. RF സിഗ്നലൊക്കെ നന്നായിട്ട് ഔട്ട് ചെയ്യുക ആ സമയത്ത്. ഈ ICക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ ഇതൊക്കെ ഓണാവുള്ളൂ. അപ്പം ഞാനിത് ഏകദേശം റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വർക്കാവും. വർക്കാക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണിത്. ലൈൻ ഞാൻ കൊടുക്കണം. എൻ്റെ ബാക്കിൽ എനിക്ക് കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ഇനി വർക്കാവും. ഗൈസ്, നമ്മളെ മീറ്റർ ഇപ്പം ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ലൈന് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 00 മില്ലി ആമ്പർ എടുക്കുന്നുണ്ട്. ഇഗ്നിഷൻ ഞാൻ ഇവിടെ ഓണാക്കി കഴിഞ്ഞാൽ ഇഗ്നിഷൻ ഓണാക്കി 137 മില്ലി ആമ്പർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ മീറ്റർ ഓണായിട്ടുണ്ട്. നേരത്തെ ആവശ്യമില്ലാത്ത മോർണിംഗ് ലൈറ്റുകളൊക്കെ കൂടെ കത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ RX TX സിഗ്നലൊക്കെ കറക്റ്റായിട്ട് ഔട്ടൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഇത് പ്രോപ്പറായിട്ട് ഇപ്പോൾ വർക്കാവുന്നത്. ഈ ക്രിസ്റ്റൽ മാറി അതിൻ്റെ PF സപ്പോർട്ടിങ് PF ഞാൻ ബൂസ്റ്റ് ചെയ്ത് ശരിക്കും വാല്യൂ എല്ലാം ഇട്ടിരിക്കുന്നത് ബൂസ്റ്റ് കൊടുത്ത് അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഓണാവും. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വർക്കാവുന്നുണ്ട്.
ഗോയ്സ്, അപ്പോൾ നമ്മൾ ആ മീറ്റർ ഞാൻ റിപ്പയർ ചെയ്തിട്ട് അസംബിൾ ചെയ്തിട്ടുണ്ട്. ഫുള്ള് കവറിട്ട് പാക്ക് ചെയ്ത് അസംബിൾ ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ഓഫാവും, സഡൻലി ഓണാവും. മില്ലി ആമ്പർ എടുക്കുന്നുണ്ട്, 176 മില്ലി ആമ്പർ എടുക്കുന്നുണ്ട്. ഇനി ഇത് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. അത് നേരത്തെ ഇവിടെ ഫുള്ള് ഇൻഡിക്കേഷൻ വാർണിംഗ് ലൈറ്റുകളെല്ലാം കത്തി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയിട്ടുണ്ട്. ഇനി അത് ആ സിഗ്നൽ കിട്ടുന്ന സമയത്ത് മാത്രമേ അത് ബാക്ക് വരുള്ളൂ, ഇതെല്ലാം കത്തത്തുള്ളൂ. നേരത്തെ ഇമ്മൊബിലൈസറിൻ്റെ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ടായിരുന്നു, ചെക്ക് ലൈറ്റ്, ഇതെല്ലാം കത്തി. ഈ സമയത്തൊന്നും ഇത് വരാൻ പാടില്ല. സിഗ്നൽ കിട്ടാണ്ട് വന്നുകൊണ്ടിരുന്നതാണ് ഇതൊക്കെ. അതിൻ്റെ LED ഡ്രൈവർ കംപ്ലൈൻ്റ് ആയിട്ടാണ് അങ്ങനെ വന്നത്. ഇപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഗോയ്സ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോകൾ കിട്ടത്തുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.